ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ലഞ്ചും ഡിന്നർ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിനൊരു 1 pot ഡിഷ്, ഒരു റൈസും ഒരു കറിയും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതേപോലൊരു ഡിന്നർ റെസിപ്പി ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വെജീസ് കിട്ടി. അപ്പോൾ ഉള്ള വെജീസും ഫിഷൊക്കെ വെച്ചിട്ട് ഒരു 1 pot ഡിഷ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് പ്രോൺസും സ്കിഡൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ബട്ടറും ഒലിവ് ഓയിലും ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം അതിലേക്ക് വെജീസ് എല്ലാം കട്ട് ചെയ്തത്, മഷ്റൂം ഉണ്ടായിരുന്നു, ബേബി കോൺ, പൊട്ടറ്റോ എല്ലാം കൂടി വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കാരണം അല്ലെങ്കിൽ പൊട്ടറ്റോ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഒരാൾ റൈസ് കഴിക്കുന്നുണ്ട്, മക്കൾക്ക് കൊടുത്തു വിട്ടതിൻ്റെ ബാക്കി റൈസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടികളായിട്ട് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പെപ്പർ, ഗാർലിക് പൗഡറൊക്കെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പ്രോൺസും കുറച്ച് സ്കിഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പശുവും പാലാണ് കേട്ടോ. പശുവും പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. കുക്കിംഗ് ക്രീമും ആ ഒറിഗാനോ എല്ലാത്തിൻ്റെ കൂടി ടേസ്റ്റ് വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉണ്ടാക്കിയ പാടെ തന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്, കാരണം നാളെ ലഞ്ച് ബോക്സിലേക്ക് അത് തന്നെയാണ്. ഇവിടെ ഇല്ല കേട്ടോ, നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ മക്കൾക്ക് ഈ ടൈപ്പ് കറികളും അല്ലെങ്കിൽ മന്തി, ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനൊരു ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ഉച്ച കഴിയും സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് സ്റ്റീം ചെയ്തിട്ട് കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് റൈസ് തീരെ കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. അത് വിൻ്റർ ടൈം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡ്, പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് രാത്രി മാക്സിമം കഴിക്കാറ്. അപ്പോൾ ഞാനിന്നൊരു തുർക്കിഷ് ബണ്ണാണ്, വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ തുർക്കിഷ് ബണ്ണ്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസ് ചെറിയ പീസായിട്ട്, ക്യുമിൻ സീഡ്സിൻ്റെ പൗഡർ, കേർഡ്, ഒറിഗാനോ, പെപ്പർ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, പാപ്രിക്ക ഞാൻ പേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കി അതിൽ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ബട്ടർ ചൂടാക്കിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മിൽക്കും കുക്കിംഗ് ക്രീം, ഒറിഗാനോ, സോൾട്ട്, പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുർക്കിഷ് ബൺ റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കൂടി വേണം. അപ്പോൾ നല്ല രസമില്ല, ഒരു പിസ്സ ഗോപുരം പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനും ഇഷ്ടമാണ്, അതുപോലെ ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളത് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് നെക്സ്റ്റ് മോർണിംഗ് പാക്കിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ചും സ്ട്രോബെറി ഉണ്ട്, കാരണം സ്ട്രോബെറി ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർത്തില്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ, കാരണം സീസണല്ലേ. അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ നേരത്തെ റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ പുറത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചു. അതൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട്. മക്കൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തേക്ക് പാക്ക് ചെയ്യുന്നത്. അതുപോലെ സ്ട്രോബെറി, ഓറഞ്ച്, കുറച്ച് നട്ട്സ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. മക്കൾക്ക് കഴിക്കാനും തുർക്കിഷ് ബൺ തന്നെയാണ് കേട്ടോ കൊടുത്തത്. നമുക്ക് ബണ്ണിൽ, ടോട്ടിൽ, റാപ്പിൽ, ചപ്പാത്തിയിൽ എന്തിൽ വേണമെങ്കിൽ അത് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോവാതെ തിക്കായിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിചാരിക്കാം. മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റെസിപ്പീസാണ് കേട്ടോ രണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് വിശേഷങ്ങൾ. അപ്പോൾ മക്കൾ ഇറങ്ങിയിട്ടുണ്ട്, 6:30 ആയി. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു മീ ടൈം. കുഞ്ഞെണീറ്റിട്ടില്ല, വിക്കായ ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.